മറ്റുള്ളവർക്ക് തുറന്ന് പറയാനൊരു മടിയുണ്ടാവും. അപ്പോൾ ഏതാണോ നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി തിരഞ്ഞെടുക്കുക. ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് സീരിയസ് ആയിട്ടുള്ള കുറച്ച് വൈറൽ ഫീവറും അതിനോടനുബന്ധിച്ച് ICUയിലും അങ്ങനെ കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും അതിനിടയിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ സുഗു സാലി എന്ന് പറയുന്ന ചാനല് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും? 1K അല്ല, 1.25K സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മളിപ്പോ ഒരു ബിഗ് ഫാമിലി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വളരെയധികം താങ്ക് യു സോ മച്ച്. ഈ കുറച്ച് സമയത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു ഫാമിലി ആയതിനും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് അതിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഇനി എല്ലാത്തിനും അങ്ങോട്ടും ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡ്രാമാറ്റിക് വീഡിയോസ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് തരാം. ഞങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാം. അതിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമന്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. താങ്ക് യു. ഈ വന്നുപോയ ഒരു വൈറൽ ഫീവറിന്റെ ശരിക്കും അതിൽ നിന്ന് റിക്കവറായി വരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വൈറൽ ഫീവർ എഫക്റ്റ് ചെയ്തിരുന്നു. 3 വയസ്സിലായിരുന്നു. ഒരു 2 വീക്സോളം വന്നിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം മഴയാണ് അല്ലേ? റെഡ് അലേർട്ട് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അവധികൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ അവധി വരുമ്പോൾ കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തുക. അതേപോലെ പനി, ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്കൂളിൽ ക്ലാസ് മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉമ്മമാർ കുട്ടികളെ നിർബന്ധിച്ച് സ്കൂൾക്ക് പറഞ്ഞയക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ, അതായത് ആ കുട്ടികളെ അങ്ങനെ മാക്സിമം സ്കൂൾക്ക് പറഞ്ഞയക്കാതിരിക്കാൻ നോക്കുക. അത് കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം അല്ലെങ്കിൽ മാസ്കുകൾ യൂസ് ചെയ്യാൻ കുട്ടികളെ നിർബന്ധിക്കുക. അതിപ്പോൾ നമ്മളായാലും പ്രായമുള്ളവരാണെങ്കിലും അവർക്ക് മാസ്ക് കൊടുക്കുക. അപ്പൊ ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴും പേഷ്യൻസിന്റെ കൂടെ പോകുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് മാസ്ക് നിർബന്ധമാക്കുക. ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ളവരെയൊക്കെ കാണുന്നത് മാക്സിമം വിസിറ്റ് ചെയ്യുന്നത് അത് അവരുടെ ഹെൽത്തിനും നമ്മളുടെ ഹെൽത്തിനും നല്ലതാണ്. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ വീടുകളിൽ വന്നാലും ഇപ്പോൾ എന്താണ് ഡിസ്ചാർജ് ആയി വന്നാലും എന്താണ് അവരുടെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവുന്നത് വരെ എന്താണ് നമ്മൾ അവരെ വിസിറ്റ് ചെയ്യാതിരിക്കുക. ഫോണിലൂടെയോ മെസ്സേജ് അയച്ചോ നമുക്ക് അത് ചോദിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളൊന്നും കണ്ടില്ല നടക്കുന്നത് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ഒന്ന് മാറി വരുമ്പോഴത്തേനും ഈ വരുന്ന വ്യക്തികൾക്ക് വല്ല പനിയോ ചുമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരിലേക്ക്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക്, പ്രായമായവർക്കാണ് കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത്. നമ്മൾ അതിനൊരു വിക്റ്റിമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് നമ്മൾ ഷെയർ ചെയ്തത്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാല് നമ്മ എന്തൊക്കെയാണെങ്കിലും നമ്മ എത്ര ചെലവ് വന്നാലും നമ്മ അത് എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയും, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സർജറി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാണ്ട് പറ്റൂല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും വരാണ്ടിരിക്കട്ടെ, മാക്സിമം അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണം. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്തതെങ്കിലും ഇതിങ്ങനെ പിന്നോട്ട് എന്ന് വെച്ചിരുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു വലിയ പണിയായി അത്. കാരണം ഞങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കാതെ പോയി. ഇതൊരിക്കലും ഒരു ആഡ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഒരു കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ടും നമ്മൾ പരസ്യം ചെയ്യുന്നതല്ല. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കാര്യം. ഹോസ്പിറ്റലിൽ വരുന്ന ബില്ല് അതൊരു നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും വലിയ ഒരു ബില്ലുകളായിരിക്കും വരാം. അപ്പൊ ആ സമയത്ത് നമ്മൾ നെട്ടോട്ടാണ് ഓടാറ് അല്ലേ? നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു എമൗണ്ട് ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ വരുമാനത്തിന് ഒതുങ്ങുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അത് എടുക്കുക. പ്ലസ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ ഇപ്പോൾ ഒരുപാട്
നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നല്ല ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു 50% ആൾക്കാരും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ എടുക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണോ നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി തിരഞ്ഞെടുക്കുക. താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അലേർട്ടായിട്ട് തന്നെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് അസുഖം ഉണ്ടാവാതിരിക്കാൻ നമ്മളും കൂടി ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവർക്ക് തുറന്ന് പറയാനൊരു മടി ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം അലേർട്ടായിട്ട് തന്നെ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. 10K ഫാമിലി ആയിട്ട് നമുക്ക് ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി കാണുന്നത് വരെ ബൈ.